100% അയാളുടെ ജെനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല. സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയാലും അഭിപ്രായം ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ ഞാൻ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇല്ല, സിനിമ നന്നായിരുന്നെങ്കിൽ കൂടി. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നെങ്കിൽ സീക്രട്ടിൻ്റെ റിവ്യൂ ഷെയർ ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറല്ല, പിന്നെ അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ജയനവരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതേപോലെ 2021 ഷൂട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് ടൈമിൽ നമുക്ക് ലൊക്കേഷൻ പരിധികളുണ്ടായിരുന്നു. നമുക്ക് 3 ലൊക്കേഷനെ പറ്റുള്ളൂ ഷൂട്ട് ചെയ്യും. പോലീസ് സ്റ്റേഷൻ, വീട്, റോഡ്. ആ റോഡിലാണെങ്കിൽ രമേശേടെ പറഞ്ഞാൽ ഇവരുടെ പോസ്റ്റ് കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പലതും പറ്റില്ല. മനസ്സിലായി? അങ്ങോട്ട് ഓടിച്ചിരുമ്പോൾ അവരുടെ ഒരു പടം ഉണ്ടാവും. അപ്പോൾ ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ തന്നെ എന്താ പറയുക ഡിസോൺ ചെയ്യുന്നില്ല. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും എൻ്റെ റൈറ്റാണ്. കാര്യം അവർ കാശ് മുടക്കിയാണ് തിയേറ്ററിൽ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എക്സ്പെക്ട് ആപ്കൈ സെഹോ എന്നുള്ളൊരു പ്രസ് മീറ്റിലെ ധ്യാൻ ചേട്ടൻ അത് ഒരു ചേച്ചി ഒരു ചോദ്യം ചോദിച്ചു ധ്യാൻ ചേട്ടനോട്. സുപ്പി ആപ്പ് പോലുള്ള ഗെയിമിംഗ് ആപ്പുകളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു നടൻ അങ്ങനെ അഭിനയിച്ച് ചെയ്യുന്നത് ഒരു ഇറസ്പോൺസിബിൾ ആയൊരു നിലപാടല്ലേ, അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു തഗ് എന്നുള്ള രീതിയിൽ കൊടുത്തത് എനിക്ക് അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ചോദ്യം ജനം കേൾക്കണേ. എന്ന മൂവിയുടെ ഒരു പ്രസ് മീറ്റ് നടന്നിരുന്നു. ആ പ്രസ് മീറ്റ് സമയത്ത് ഒരു ചേച്ചി ധ്യാൻ ശ്രീനിവാസനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ സുപ്പി ഗെയിമിംഗ് ആപ്പ് പോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യത്തിൽ എന്തിനാണ് അഭിനയിക്കുന്നത്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ധ്യാൻ ചേട്ടൻ കൊടുത്ത മറുപടി വളരെ തഗ്ഗായിട്ടുള്ള രീതിയിൽ എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയില്ല എന്നാണ്. അപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അത് പറയാൻ സാധിക്കും? ഒരു തമാശ രൂപത്തിലാണെങ്കിൽ കൂടി ഈ ഇതേപോലത്തെയുള്ള ഗെയിംസ് എൻഡോസ് ചെയ്തിട്ട് ഒരിക്കൽ നല്ല ക്രിറ്റിസിസം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കോവിഡ് ടൈം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് ഇതിൽ. പക്ഷെ അന്ന് ഞാനത് തിരുത്തി, ഞാൻ അതിന് ആ മാസം തന്നെ വിഡ്രോ ചെയ്തു, അഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു. ധ്യാൻ പറഞ്ഞത് 100% അയാളുടെ ജെനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അയാളോട് ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറെന്നും പാർട്ട്ണറെന്നും പ്രൊഡക്ഷൻ ഹൗസിൽ വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശയ്ക്ക് കൈയടി, ഇപ്പോഴത്തെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കുന്നുള്ള വിശ്വാസത്തിലാണ്. പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല ഇന്ന്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അതിന് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നതുകൊണ്ടാണ്. ഈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ ട്രീറ്റ് ചെയ്തിട്ട് സീരിയസ് ചോദ്യം ചോദിക്കുമ്പോൾ അയാളെ തമാശ പറയും അല്ലേ? അതപ്പോ പറയണം, അതിന് വ്യക്തമായ ഉത്തരവാണ് വേണ്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ വെച്ചിരുന്ന ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രൊമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യം. നേരത്തെ മറ്റേ ടോപ്പിക് പോലെ തന്നെയാണ്. പക്ഷെ എൻ്റെ പേഴ്സൺസ് ടേക്ക് ചെയ്താണ്. എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ഐ ബീങ് ആൻ ആക്ടർ, പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസസ് കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ്. ഓക്കെ, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് സത്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയോടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ വരും. മനസ്സിലായി? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾക്ക് ഇല്ലാതാകുമ്പോൾ
മറ്റേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഗെയിമിങ് ഇങ്ങനത്തെ ഓഫേഴ്സും പരസ്യങ്ങളൊന്നും വന്നാൽ നമുക്ക് തോന്നില്ല. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യനല്ലേ, നമുക്ക് തോന്നും. പക്ഷെ അതിൽ ഇങ്ങനത്തെ റോങ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, വേറെ ഇപ്പോൾ വഴിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചോളൂ, ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല, കേസുകൾ ചെല്ലുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ഇച്ചിരി സന്തോഷിക്കുന്ന ഒരു കാര്യം, വിരാട് കോഹ്ലി തമന്നെ ഞാനുമായിരുന്നു ആ കേസിലെ പ്രതികൾ. അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം, വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. ഇപ്പൊ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് പ്രിവിലേജ് അല്ലേ? അപ്പൊ ധ്യാൻ ശ്രീനിവാസനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പെർമിസിബിൾ ആണ്. ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡ് മാറ്റണ്ടേ? അതായത് സിഗരറ്റ് ഇവിടെ വിൽക്കാം, മദ്യം ഇവിടെ വിൽക്കാം, അത് മരിച്ചു പോകുന്ന നമുക്കറിയാം, ചെയ്താൽ ശരീരത്തിന് നല്ലതെന്ന് അറിയാം, അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം, അത് ചെയ്യുന്നത് തെറ്റ്. അതെന്തറിയാം, അത് ഭയങ്കര നേർരേഖ. എനിക്കൊന്ന് സോഹൻ ചേട്ടൻ അതിനെ കുറിച്ചിട്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചാൾ മുമ്പ് എനിക്കും അറിയില്ല ഇതിനെ കുറിച്ച്. അജിച്ചേട്ടാ ഇപ്പൊ ഷാറുഖ് ഖാനെയോ വിരാട് കോഹ്ലിയോ നമുക്ക് ഇതുപോലെ ചോദിച്ചു കിട്ടാറില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കൊക്കെ അതെ അതെ, മാത്രമല്ല എൻ്റെ ഡൗട്ട് ചെയ്യട്ടെ, അതുകൊണ്ട് മാത്രമല്ല അവർക്കൊക്കെ അവരുടെ PR ടീമും അഡ്വക്കേറ്റ്സും ഏജൻസീസും ഇതിൻ്റെയൊക്കെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടപ്പോൾ അപ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് ചെയ്യാൻ കൂടി എനിക്ക് തോന്നിപ്പോ. അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് സമൂഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. യെസ്, അതൊരാണ് പേഴ്സണൽ ടേക്കാണ്. അത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ അത് ലെറ്റ് കറക്റ്റ്. ഞാനും അങ്ങനെ ഒരിക്കൽ ചെയ്തു, അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച സമയത്ത് കറക്റ്റ്. തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. അതിൽ അല്ലെങ്കിൽ മനുഷ്യനല്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര നമ്മള് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അന്ന് അയാൾക്കൊരു എറർ പറ്റി ഉത്തരം പറഞ്ഞേക്കാം, അതെത്രയോ നമ്മളെ ചിരിപ്പിച്ചതാണ്. അത് പുള്ളിക്ക് തെറ്റാണെന്ന് പറഞ്ഞില്ലെന്ന് എനിക്കറിയാം. ഞാനതിന്റെ കറക്ഷൻ കൊണ്ടുവേണം, എനിക്കൊരു കറക്ഷൻ വേണം. ഇത് എനിക്ക് എന്റെ വേർഷനാണ് കേട്ടോ, അതാണ് പ്രശ്നിക്കുന്നത്. പുള്ളിക്ക് ഇത് തെറ്റാണോ തോന്നിയോ ഒന്നും എനിക്കറിയില്ല. ധ്യാനുവിന്റെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്